ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ മധുർ വചൻ എന്നുള്ള ചാപ്റ്ററാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് ദോഹകളാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ മധുർ വചൻ എന്ന് പറഞ്ഞാൽ മധുരമായ വാക്കുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ദോഹ നോക്കാം. കബീർദാസ് ആണ് ഈ ദോഹ രചിച്ചിട്ടുള്ളത്. ദോഹ എന്ന് പറയുന്നത് ഇത്തരം 2 വരി കവിതകളാണ്. അപ്പോൾ അതിലൊരു ഡീപ്പായിട്ടുള്ള മീനിങ് ഉണ്ടായിരിക്കും. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് 3 കവികളുടെ ദോഹയാണ് പഠിക്കാനായിട്ടുള്ളത്. പക്ഷെ ഇതൊന്നും തന്നെ ഹിന്ദി അല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കാം കേട്ടോ. ആദ്യത്തെ നോക്കാം നമുക്ക്. ऐसी बाणी बोलिए मन का आपा खोई अपना तन शीतल करे औरन को सुख होई. അപ്പം ऐसी बाणी बोलिए, ബാണി എന്ന് വെച്ചാൽ വാണി, അതായത് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാണി എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നതിനെയാണ് പറയുന്നത്. മൻ ക ആപ്പ ഖോയ്, ആപ്പ എന്ന് വെച്ചാൽ അഹങ്കാരം, അഹംഭാവം. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ അഹംഭാവം ഉണ്ടാവാനായിട്ട് പാടില്ല. അഹംഭാവം ത്യജിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കേണ്ടത്. അപ്ന തൻ ശീതൽ കരേ ഓരൻ കോ സുഖ ഹോയ്. അപ്ന എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം. തൻ ശരീരം. ശീതൽ കരി എന്ന് വെച്ചാൽ ശീതളമാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ശാന്തമാക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരൻ കോ സുഖ ഹോയ്. ഓരൻ എന്ന് വെച്ചാൽ ദൂസറോ കോ, മറ്റുള്ളവർക്കും. സുഖ ഹോയ് എന്താണ്? സമാധാനം അല്ലെങ്കിൽ ഒരു റിലീഫ് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു ദോഹയുടെ മുഴുവനായിട്ടുള്ള അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്നാണ് കബീർദാസ് പറയുന്നത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ അഹംഭാവത്തിനെ മാറ്റി വെച്ചിട്ട് അതിനെ ത്യജിച്ചുകൊണ്ട് വേണം സംസാരിക്കാൻ. നമ്മുടെ സംസാരത്തിൽ നിന്ന് നമുക്കും ഒരു സമാധാനമാണ് കിട്ടേണ്ടത്, അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒരു ശാന്തിയാണ് കിട്ടേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു സംസാരത്തിൽ നിന്ന് ആർക്കും ഒരു ദോഷവും ഉണ്ടാവാത്ത രീതിയിൽ, അഹംഭാവം തോന്നിക്കാത്ത രീതിയിൽ വേണം സംസാരിക്കാൻ എന്നുള്ളത്. രണ്ടാമത്തെ ദോഹ നോക്കുകയാണെങ്കിൽ, സാധു ऐसा चाहिए जैसा सूप सुभाई सार सार को गही रहे थोता देई उड़ाई. അപ്പോൾ ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധു ऐसा चाहिए, സാധു എങ്ങനെയുള്ള വ്യക്തിയായിരിക്കണം? സാധു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്യാസി, നല്ല അറിവുകളൊക്കെ ഉള്ള വ്യക്തിയായിരിക്കും. അപ്പോൾ സാധു എങ്ങനെയായിരിക്കണം എന്നാണ്. ജേസ സൂപ്പ് സുഭായ്. സൂപ്പ് എന്ന് വെച്ചാൽ മുറം, സുഭായ് എന്ന് വെച്ചാൽ സ്വഭാവം. അപ്പം ഒരു മുറത്തിന്റെ പോലത്തെ സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരിക്കണം സാധു. സാർ സാർ കോ ഗാഹി രഹേ, അതായത് പറയുന്ന കാര്യത്തിലെ സാരം ഗ്രഹിക്കാനായിട്ട് കഴിവുള്ള. ഗാഹി രഹേ എന്ന് വെച്ചാൽ ഗ്രഹിക്കാനായിട്ട് കഴിവുള്ള. ധോത്ത ദേയി ഉഡായി. ധോത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത എന്നുള്ളതാണ്. ദേയി എന്ന് വെച്ചാൽ ദേന. ഉഡായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടാന്ന് വെക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ചാൽ, എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരിക്കണം ഒരു സാധു എന്ന് പറയുന്നത്? ഒരു മുറം വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുക? എന്തെങ്കിലും ഒരു ധാന്യത്തിലെയോ പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കരടുകളും അതിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാണ് ചെയ്യുക മുറത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ചേറുന്ന സമയത്ത്. അതുപോലെ തന്നെ ഒരു സാധുവായിട്ടുള്ള വ്യക്തിക്ക് വേണ്ട കഴിവ് എന്താണെന്ന് വെച്ചാൽ, അതിലെ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നതിലെ സാരം മാത്രം ഗ്രഹിക്കുക, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാനുമുള്ള കഴിവുണ്ടായിരിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളെ നെഗ്ലക്ട് ചെയ്തിട്ട് സാരം മാത്രം ഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് സാധു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതില് ആവശ്യമുള്ള കാര്യം എന്ന് ഉദ്ദേശിക്കുന്നത് നന്മകളും ആവശ്യമില്ലാത്ത കാര്യം എന്ന് ഉദ്ദേശിക്കുന്ന തിന്മകളുമായിരിക്കാം. അപ്പൊ സാധു എന്ന് പറയുന്ന വ്യക്തി നന്മകളെ സ്വീകരിക്കുകയും തിന്മകളെ വേണ്ടാന്ന് വെക്കുകയും ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലായിരിക്കാം അങ്ങനെ പറയുന്നത്. അടുത്തതായിട്ട് തുളസിദാസിന്റെ ദോഹയാണ്. അപ്പം ദയാ ധർമ്മ കാ മൂൽ ഹൈ പാപ് മൂൽ അഭിമാൻ തുളസി ദയാ ന ഛോഡിയോ ജബ് തക് ഘട്ട് മേ പ്രാൺ. അപ്പോൾ ഈ ഒരു ദോഹയിൽ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ദയാ ധർമ്മ കാ മൂൽ ഹെ, അതായത് ധർമ്മത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒന്നാണ് ദയ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ധർമ്മം കൃത്യമായിട്ട് അനുഷ്ഠിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ഉണ്ടാവുന്ന ഒരു ഫീച്ചറാണ് എന്ത്? ദയ എന്ന് പറയുന്നത്. പാപ് മൂല അഭിമാൻ, പാപങ്ങൾ എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? അഭിമാനത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അഹംഭാവത്തിൽ നിന്നാണ്. തുളസി ദയാ ന ഛോഡിയോ, തുളസി അതായത് അദ്ദേഹം സ്വയം തന്നെ പറയുന്നത് പോലെ, തുളസിദാസ് താങ്കൾ ഈ എന്താണ് ദയ കൈവിടരുത്. ഛോഡന എന്ന് വെച്ചാൽ എന്താ? വിട്ടുകളയുക. അപ്പം ജബ് തക്
ഘട്ട് മേ പ്രാൺ. ജബ് തക് ഘട്ട് മേ പ്രാൺ എന്ന് വെച്ച് കഴിഞ്ഞാല് ശരീരത്തിൽ എത്ര കാലം, ഘട്ട് എന്ന് വെച്ചാൽ ഇവിടെ ശരീരം എന്നാണ്, പ്രാൺ എന്ന് വെച്ചാൽ ജീവൻ, ശരീരത്തിൽ എത്രത്തോളം കാലം ജീവൻ ബാക്കിയുണ്ടോ അത്രയും നാള് തുളസി എന്താണ് ഈ ഒരു ദയ എന്നുള്ള ക്വാളിറ്റി വിട്ടുകളയരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദയ എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ധർമ്മത്തിൽ നിന്നും. പാപം ഉണ്ടാവുന്നത് അഭിമാനത്തിൽ നിന്നുമാണ്. എത്ര കാലം ജീവിച്ചിരിക്കുന്നോ അത്രയും കാലം ദയ എന്ന് പറയുന്ന ഈ ഒരു ക്വാളിറ്റി വിട്ടുകളയരുത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ സച്ചിവ് വൈദ്യ ഗുരു താനി ജോ പ്രിയ ബോലഹി ഭയ ആസ് രാജധർമ്മ തൻ തിനി കർ ഹോയി ബെഗിഹി നാസ്. അപ്പോ സച്ചിവ് എന്ന് വെച്ച് കഴിഞ്ഞാല് മന്ത്രിമാര് അല്ലെങ്കിൽ അഡ്വൈസേഴ്സ് എന്ന് പറയാം. അതുപോലെ തന്നെ വൈദ്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ ഗുരു, ഇവര് 3 പേരും. തിനി ജോ എന്ന് വെച്ച് കഴിഞ്ഞാല് തീനോ എന്നുള്ള അർത്ഥമാണ്. ഇവര് 3 പേരും പ്രിയ ബോലഹി ഭയ ആസ്, അതായത് പ്രിയ ബോലന എന്ന് വെച്ചാൽ നമുക്ക് പ്രിയപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ, അതായത് ഭയം കൊണ്ട് ഇവര് 3 പേരും, ആര്, സച്ചിവ്, അതുപോലെ തന്നെ വൈദ്യ, ഗുരു, ഇവര് 3 പേരും നമുക്ക് പ്രിയപ്പെട്ട രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ എന്നാണ് പറയുന്നത്. അതാണ് പ്രിയ ബോലഹി ഭയ ആസ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്. രാജധർമ്മ തന തിനീകർ ഹോയി ബെഗിഹി നാസ്. അങ്ങനെ അവര് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ സംസാരിക്കുകയാണെന്ന് വിചാരിക്കുക, എന്ത്, ഭയം കൊണ്ട്. രാജധർമ്മ തന് തിനീകർ, അതായത് രാജ്യവും ധർമ്മവും തൻ എന്ന് വെച്ചാൽ ശരീരവും, തിനീകർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീനോ, ഇത് 3ഉം, രാജ്യവും ധർമ്മവും അതുപോലെ തന്നെ ശരീരവും. ഹൊയി ബെഗിഹി നാസ്. ബെഗിഹി എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ, ശീഘ്രഹി എന്നുള്ള അർത്ഥമാണ്. ഹൊയി എന്ന് വെച്ചാൽ ഹോഗ, നാസ് എന്ന് വെച്ചാൽ നാശം. അതായത് ഭയം മൂലം ഡോക്ടറും അതുപോലെ തന്നെ മന്ത്രിയും ഗുരുവും ഇവര് 3 പേരും നമ്മളെ പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ മാത്രം സംസാരിക്കുകയാണ്, സത്യം പറയാതെ. അങ്ങനെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തില് രാജ്യത്തിനും ശരീരത്തിനും ധർമ്മത്തിനും പെട്ടെന്ന് തന്നെ നാശം സംഭവിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയാണ് തുളസീദാസിന്റെ ദോഹയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന്റെ വ്യാഖ്യയും വിശ്ലേഷണവും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇതിന്റെ ഒപ്പം തന്നെ എഴുതിയൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോവാത്തത് കേട്ടോ. ജസ്റ്റ് ദോഹ മാത്രം പറഞ്ഞു പോകുന്നത്. സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോ അടുത്തതായിട്ട് റഹീമിന്റെ ദോഹയാണ് പറയുന്നത്. മൻ മോത്തി അരു दूध रस इनकी सहज सुभाई फट जाए तो ना मिले कोटिन करो उपाय. അപ്പോ മൻ മോത്തി അരു ദൂത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൻ മോത്തി, അരു എന്ന് വെച്ചാൽ ഓർ, അതായത് മൻ മനസ്സ്, മോത്തി ആൻഡ് ദൂത് രസ് എന്ന് വെച്ച് കഴിഞ്ഞാല് പാല്. മോത്തി എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേളില് ബീഡിനെയാണ് പറയുന്നത്, പേളിന്. ഇൻകി സഹജ സുഭായി, ഇവയുടെ സാധാരണ സ്വഭാവം, മനസ്സിന്റെയും മോത്തി ബീഡ്സിന്റെയും അതുപോലെ തന്നെ ദൂത് രസ് പാലിന്റെയും ഒക്കെ സഹജ സുഭായ്, എന്താ സ്വാഭാവികമായിട്ടുള്ള, സഹജ് എന്ന് വെച്ചാൽ സ്വാഭാവിക അല്ലെങ്കിൽ സാധാരണമായിട്ടുള്ള, സുഭായ് സ്വഭാവം. ഫട്ട് ജായേ തോ നാ മിലേ കോട്ടിൻ കരോ ഉപായ്. ആ ഒരു സാധാരണയായിട്ടുള്ളതിന്റെ നേച്ചർ അല്ലെങ്കിൽ ആ സ്വഭാവം എന്ന് പറയുന്നത് ഫട്ട് ജായത്തോ നശിച്ചു പോയാല്, പൊട്ടിപ്പോയാല്, നാ മിലെ കോട്ടിൻ കരോ ഉപായ്. കോട്ടിൻ എന്ന് വെച്ചാല് കോടി. അപ്പോ ഈ കാര്യങ്ങള് മനസ്സ്, അതുപോലെ തന്നെ പേള്, അതുപോലെ തന്നെ ദൂത്, ഇതിന്റെ ഒക്കെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതി ഉണ്ടല്ലോ, ഒരു സാധാരണയായിട്ടുള്ള സ്വഭാവം അല്ലെങ്കിൽ സാധാരണയായിട്ടുള്ള നേച്ചർ ഒരിക്കൽ നശിച്ചു കഴിഞ്ഞാല് അതിനൊക്കെ കോടിക്കണക്കിന് പ്രാവശ്യം പല പല രീതിയിൽ ശ്രമിച്ചാൽ പോലും വീണ്ടും പഴയതുപോലെ ആക്കാനായിട്ട് പറ്റില്ല എന്നാണ് പറയുന്നത്. റഹിമൻ ധാഗ പ്രേം കാ മത് തോരോ ചട്കായ് ടൂട്ടെ പേ ഫിർ നാ ജുരേ ജുരേ ഗാട്ട് പരി ജായ്. അപ്പോ അദ്ദേഹം പറയുന്നത് ധാഗ പ്രേം കാ മത് തോരോ ചട്കായ് എന്ന് വെച്ച് കഴിഞ്ഞാല്, ധാഗ എന്ന് വെച്ചാൽ ഒരു നൂല്, ഒരു ത്രെഡിനെയാണ് പറയുന്നത്. എന്തിന്റെ ത്രെഡാണ്? പ്രേംക, സ്നേഹത്തിന്റെ ചരട്. മത് തോറോ ചട്കായ്, തോറോ എന്ന് വെച്ചാൽ തോടിന, എന്താണ്, തകർക്കുക, പൊട്ടിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ചട്കായ് എന്ന് വെച്ചാൽ പെട്ടെന്ന്, ഒരു പെട്ടെന്നുള്ള ഒരു ഇതിന് ഈ നൂല് പൊട്ടിക്കരുത്. എന്തിന്റെ നൂല്? സ്നേഹത്തിന്റെ നൂല്. ടൂട്ടെ പേ ഫിർ നാ ജുരേ, അതായത് ടൂട്ടിനെ പർ ഫിർ നാ ജുഡേ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം ഒരിക്കൽ പൊട്ടിക്കഴിഞ്ഞാല് പിന്നെ ഒരിക്കലും അത് ജോയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. ജുഡേ എന്ന് വെച്ചാല് ജുഡേ എന്നുള്ള അർത്ഥമാണ്, ജോയിൻ ചെയ്യാനായിട്ട് പറ്റില്ല.
ജുറേ ഗാട്ട് പരി ജായ്. ഇൻ കേസ് എങ്ങനെയെങ്കിലും അതിനെ തമ്മിൽ കണക്ട് ചെയ്താലും ഗാട്ട് പരി ജായ് എന്ന് വെച്ച് കഴിഞ്ഞാല് അതില് ആ കെട്ടുകൾ നമ്മളത് കൂട്ടിച്ചേർത്തതാണ് എന്ന് മനസ്സിലാവും എന്നുള്ളതാണ്. അതായത് പെട്ടെന്നുള്ളൊരു ദേഷ്യത്തിന് എന്തെങ്കിലും പറയോ ബന്ധങ്ങൾ തകർക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് കൂട്ടിച്ചേർത്ത് വെച്ചാലും അത് ആ കൂട്ടിച്ചേർത്തതുപോലെ തന്നെ ഇരിക്കുള്ളൂ എന്ന്, പണ്ടത്തെ ഒരു രീതിയിലേക്ക് അത് തിരിച്ചു പോവില്ല എന്നുള്ളതാണ് ഈ ഒരു ദോഹ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ 3 വ്യക്തികളെയും കുറിച്ച് നോക്കാം, കാരണം ഇതിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കബീർദാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം കാശിയിലാണ് ജനിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. അദ്ദേഹം മധ്യകാലീൻ ഭാരതിലെ ഭക്ത് കവിയും അതുപോലെ തന്നെ ഒരു സമാജ സുധാരകവുമായിരുന്നു, അതായത് ഒരു നവോത്ഥാന നായകനുമായിരുന്നു. പിന്നെ അദ്ദേഹം ഭക്ത് കവി എന്നുള്ള രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് ഒരു പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഈ കൃതികള് സാഹിത്യ ക്ഷേത്രത്തില് സാഹിത്യത്തിന്റെ ഫീൽഡില് ഒരു വലിയ കോൺട്രിബ്യൂഷൻ തന്നെയാണ് നൽകിയിട്ടുള്ളത്. സാഖി, സബദ് അതുപോലെ തന്നെ രമേനി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രചനകൾ. പിന്നീട് തുളസിദാസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹവും മധ്യകാലീൻ ഹിന്ദി സാഹിത്യത്തിലെ ഒരു മഹാനായിട്ടുള്ള കവിയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രാമഭക്ത് കവി, ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. തുളസിദാസ് ഒരു രാമഭക്ത് കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രചനകളാണ് രാംചരിത് മാനസ്, വിനയ് പത്രിക, കവിതാവലി, ഗീതാവലി തുടങ്ങിയവ. ഓക്കെ, ഇതിൽ രാംചരിത് മാനസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും ആളുകൾ ഇഷ്ടപ്പെടുന്ന കൃതി എന്ന് പറയുന്നത് രാംചരിത് മാനസ് ആണ്. അപ്പൊ ആ പേര് എന്തായാലും ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ അബ്ദുറഹീം ഖാൻ ഖാന, അതായത് റഹീം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മുകളിൽ പഠിച്ചില്ലേ, അദ്ദേഹത്തിന്റെ ഫുൾ നെയിമാണ് അബ്ദുറഹീം ഖാൻ ഖാന എന്നുള്ളത്. അദ്ദേഹം ഭക്തികാലിലെ പ്രമുഖരായ കവികളിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഡൽഹിയിലാണ് ജനിച്ചത്. ബ്രജ് ഭാഷയിലാണ് ദോഹകൾ രചിച്ചിരുന്നത് അദ്ദേഹം. അപ്പോൾ അതും ശ്രദ്ധിക്കുക, ഏത് ഭാഷയിലാണ് രചിച്ചിരുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രജ് ഭാഷയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് സരൽ ബ്രജ് ഭാഷ എന്നാണ് പറയുന്നത്. സിമ്പിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ കോമൺലി യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രജ് ഭാഷയിലാണ് അദ്ദേഹം കവിതകൾ രചിച്ചിരുന്നത്. കവിതകളുടെ മെയിൻ വിഷയം എന്തൊക്കെയാണ്? ഭക്തി, നീതി, പ്രേമ. ഭക്തി, നീതി അതുപോലെ തന്നെ സ്നേഹം, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ദോഹകളിലെ മെയിൻ തീംസ് ആയിട്ട് വന്നിരുന്നത്. റഹീം, ദോഹാവലി, ബർവേ തുടങ്ങിയവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രചനകൾ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.